ഗോൾഡ് മർച്ചൻസ് അസോസിയേഷന്റെ ഭാരവാഹികളാണ്. ഞാൻ അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സംസ്ഥാന വർക്കിംഗ് ജനറൽ സെക്രട്ടറി ശ്രീ ബി പ്രേമാനന്ദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശ്രീ രത്നകല രത്നാകരൻ, ശ്രീ പി കെ ഗണേഷ്, സിറ്റി പ്രസിഡന്റ് ശ്രീ എസ് ആർ വേണുഗോപാൽ എന്നിവരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 25 സെക്രട്ടേറിയറ്റ് പടിക്കൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ധർണ നടത്തുന്നു. കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഈ മേഖല അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ധർണ നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്നത് പോലീസിന്റെ അന്യായമായ സ്വർണ്ണ റിക്കവറിക്കെതിരെയാണ്. കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ ഒരു പേടി സ്വപ്നമാണ് അന്യായമായ പോലീസ് റിക്കവറി. മുഹമ്മയിലെ രാജി ജ്വല്ലറി ഉടമ രാധാകൃഷ്ണനെ പോലീസ് അന്യായമായി ഫെബ്രുവരി 6 കസ്റ്റഡിയിലെടുക്കുകയും 7 അദ്ദേഹത്തിന്റെ കടയിൽ ഹാജരാക്കി റിക്കവറി ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു രാത്രി മുഴുവൻ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കുകയും അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് മകന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ കടയിൽ വെച്ചും അദ്ദേഹത്തെ ഉപദ്രവിച്ചാണ് ആ റിക്കവറി ആവശ്യപ്പെടുന്നത്. ഒരു റിക്കവറിക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളെ ലംഘിച്ചുകൊണ്ടാണ് പോലീസ് അന്യായമായ റിക്കവറി നടത്തുന്നത്. ഇതിന്റെ അവസാനത്തെ ഇരയാണ് ആലപ്പുഴയിലെ മുഹമ്മയിലെ രാധാകൃഷ്ണൻ എന്ന സ്വർണ്ണ വ്യാപാരി. അദ്ദേഹം വിഷദ്രാവം കൊള്ളിച്ചെന്ന് ആണ് മരിച്ചതെന്നാണ് ആദ്യം പോലീസ് പുറത്തുവിട്ട വിവരം. അദ്ദേഹത്തിന്റെ മകൻ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 6 കസ്റ്റഡിയിലെടുത്ത രാധാകൃഷ്ണൻ എന്ന വ്യാപാരിയെ കസ്റ്റഡിയിൽ വെച്ച് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും എത്ര ഗ്രാം റിക്കവറിയാണ് ആവശ്യപ്പെട്ടതെന്നും പറഞ്ഞിട്ടില്ല. 7 വെളുപ്പിന് 3:30 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിച്ച് കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുന്നത്. ഇതറിഞ്ഞ മകൻ ചെല്ലുകയും മകന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം മാത്രമാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചിട്ടുള്ളത്. അതൊരു ഗുരുതരമായ കൃത്യവിലോപമായി അസോസിയേഷൻ കാണുകയാണ്. സാധാരണഗതിയിൽ റിക്കവറി നടത്തുമ്പോൾ അനുവർത്തിക്കേണ്ട കോഡ് ഓഫ് കോണ്ടക്റ്റിനെ കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ സർക്കുലറിൽ പറയുന്നത് ഒരു റിക്കവറിക്ക് പോലീസ് വരുമ്പോൾ അസോസിയേഷൻ പ്രതിനിധികളെയും സ്ഥലത്തെ പ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരിക്കണം ഈ റിക്കവറി നടത്തേണ്ടത് എന്നാണ്. അങ്ങനെ ഒരു മാനദണ്ഡങ്ങളും അവിടെ പാലിക്കപ്പെട്ടില്ല. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പോലീസ് മഫ്തിയിൽ വേഷത്തിലാണ് വന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹത്തിന്റെ ഭാര്യയോ മകനെയോ ഇവരും അറിയിച്ചിട്ടില്ല. തൊട്ടടുത്ത കടകളിലുള്ള അവരെ പോലും ഇതിന്റെ വിവരങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത സ്വർണ്ണ വ്യാപാരിയെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചതിന് ശേഷം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ റിക്കവറിക്ക് വേണ്ടി കടയിൽ ഹാജരാക്കുന്നത്. ഇത് ഒരു സ്വർണ്ണ വ്യാപാരിയോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ പോലീസ് നടത്തിയിട്ടുള്ളത്. ഈ പോലീസിന്റെ നടപടിയെ ശക്തമായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ പ്രതിഷേധം അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതിൽ ഉൾപ്പെട്ട മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇതിന് ശക്തമായ അന്വേഷണം നടത്തണമെന്ന് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ മരണപ്പെട്ട രാധാകൃഷ്ണൻ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ സ്വർണ്ണ വ്യാപാരികളെയും ഈ കേസുകളിൽ കൊടുക്കുന്ന ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ വർഷവും കിലോ കണക്കിന് സ്വർണ്ണമാണ് പോലീസ് റിക്കവറി നടത്തുന്നത്. ഇത്രമാത്രം കേസുകൾ ഈ കേരളത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഒരു സമഗ്രമായ അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 10 വർഷത്തെ പോലീസിന്റെ സ്വർണ്ണ റിക്കവറിയെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ധർണ നടത്തുന്നത്.
ഈ ധർണയിൽ സ്വർണ്ണ വ്യാപാര മേഖലയിലുള്ള അന്യായമായ റിക്കവറി പോലീസ് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുപോലെ ഇ-വേ ബില്ല് സ്വർണ്ണ മേഖലയിൽ ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇതിന്റെ പരിധി 500 ഗ്രാം ആക്കി ഉയർത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സ്വർണം ആഭരണമാക്കുന്നതിന് മുമ്പ് ഉള്ള ഘട്ടങ്ങളെ ഇ-വേ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഉയർത്തണമെന്ന ആവശ്യം നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. GST പരിശോധനകൾ നിർത്തിവെക്കണം. വാറ്റ് കുടിശ്ശിക സംബന്ധിച്ച കുടിശ്ശിക എഴുതിത്തള്ളണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു.